പി സി ജോർജ് ആരോപണം അങ്ങ് കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് CPM എതിരെയാണ് ഗുരുതര ആരോപണവുമായി ഇന്ന് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ആരോഗ്യരംഗത്തെ ആഗോള കുത്തകയിൽ നിന്നും CPM കോടികൾ കൈപ്പറ്റി. അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ സബ്സിഡറിയായ P1 ഇൻഫ്രാസ്ട്രക്ചർ CPMന് 2 തവണയായി 4 കോടി രൂപ കൊടുത്തു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത്, ആരോപിച്ചത്. എത്രമാത്രം ഗുരുതരമാണ് ഈ വെളിപ്പെടുത്തൽ? വളരെ ഗുരുതരമായ ഒരു ആരോപണമാണത്. വസ്തുതാപരമായിട്ടല്ല ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. 100% ബോധ്യത്തോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ് CBI അന്വേഷണത്തിന് വിടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇല്ലേ കോടതി പോകുന്നതിനെ പറ്റി ആലോചിക്കണമെന്ന് എനിക്ക് കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായും പാർട്ടി ആലോചിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഒന്നാമത് ഇതുപോലെ നാണം കെട്ടൊരു ഗവൺമെന്റ് ഉണ്ടായില്ല. ആരോഗ്യരംഗം തകർന്നില്ല. ഏതെങ്കിലും ആശുപത്രി നല്ലോണം നടക്കും. എല്ലാ ആശുപത്രിയിലും ഓപ്പറേഷൻ നടന്നാലും ഓപ്പറേഷൻ നടന്നാൽ കത്രികത്താന്ന് ഉറപ്പ് പോരെ. എന്തൊരു കഷ്ടകാലം ഇത്. ഈ നാട്ടില് ഇതുപോലെ ഈ ആരോഗ്യമന്ത്രി അവരെയൊക്കെ അടിച്ചിറക്കുവാൻ ആളില്ലാത്ത എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. അപമാനകരമാണ്. തീർച്ചയായും ആരോഗ്യരംഗം വേണ്ട തകർന്നു. ഈ കാര്യത്തിൽ ശോഭാസുരന്റെ അഭിപ്രായം ശരിയാണ്. അവർക്ക് പരിപൂർണ പിന്തുണ കേരളത്തിൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ഒരു ആഗോള ഭീമന്മാർ, ആരോഗ്യ മേഖലയിലെ ആഗോള ഭീമന്മാർ, അവർ 2 തവണയായി 4 കോടി കൈപ്പറ്റി എന്ന് പറയുന്നു. ഈ പുതിയ കാലത്ത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളുമായി നമ്മളിത് ചേർത്ത് വായിക്കുമ്പോൾ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സത്യസന്ധമായ പ്രസ്താവനയാണ്. ജനങ്ങൾ മുഴുവൻ അത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഒരു സമ്മേളനത്തിൽ നിൽക്കുകയാണ്. ഞാൻ പിന്നീട് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു.